ഓണം സെലിബ്രേഷന് കൊടുത്തുവിടാന്ന് വിചാരിക്കുന്ന ബാഗായിരുന്നു ഇത്. ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് ഈ ബാഗിന് കൊടുത്തുവിട്ട അന്ന് പൊട്ടിച്ചു കൊണ്ടുവന്ന സിബാട്ടോ കാര്യം മറന്നു നടത്തപ്പോഴായിട്ട് ഓർമ്മ വന്നേ. അതിലെടുത്തത് നന്നായി തോന്നി. വേഗം അത് നേരെയാക്കാൻ എവിടെ പോയി നേരെയാക്കൊന്ന് വിചാരിച്ചിട്ട് നേരെയാക്കാനുള്ള സ്ഥലം അന്വേഷിച്ച് പിടിച്ച് പോയപ്പോ അവിടെ ആളുണ്ടായിരുന്നില്ലേ. പിന്നെ കുറെ ആരോടൊക്കെ ചോദിച്ചിട്ടാണ് ഈ ഒരു കട കണ്ടുപിടിച്ചത്. സമയം വേണ്ടി വരുമെന്ന് വിചാരിച്ചു കേട്ടോ. 5:30 പിന്നെ മഴയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും പെട്ടെന്ന് നേരെയാക്കി തരാം, 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ശരിയാക്കി. പ്രശ്നമായതുകൊണ്ട് തന്നെ കുറച്ച് പൂക്കളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ മേടിച്ചു. പിന്നെ നമ്മൾ പച്ചക്കറി കടയ്ക്ക് ഒന്ന് കയറി സാമ്പാറും കൂടെ സ്കൂളിലേക്ക് കൊടുത്തു വിടണമായിരുന്നു. അതിനൊരു മുരിങ്ങക്കായയുടെ കുറവുണ്ട്. രാത്രിക്ക് ചോറ് കുറവായിരുന്നേ. അപ്പൊ ഞാൻ ബ്രെഡും മുട്ടയും കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതും കൂടെ മേടിച്ചു. റോബസ്റ്റ് പഴം മേടിച്ചു കേട്ടോ. റോബസ്റ്റ് പഴം നീരവന് ഭയങ്കര ഇഷ്ടമാട്ടോ. അതൊന്ന് പൊളിച്ചു കൊടുത്തു. പിന്നെ പുറത്ത് കേൾക്കണ പാട്ടില്ലേ, തിരുവാതിരക്കളി കളിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഭയങ്കര വൈബാണ് കേട്ടോ. സന്ധ്യക്ക് വരണ സമയത്ത് നല്ലൊരു മഴ പെയ്തു കേട്ടോ. വന്ന് കേടിപ്പോഴും ഓർത്ത അയ്യോ തുണികളൊക്കെ നനച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് കഴുകിയില്ലല്ലോ. ചടപടാന്ന് കഴുകി എടുത്തു. മഴയുടെ കാര്യമേ ഞാൻ ആലോചിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഓടി വന്നു, തുണികൾ പുറത്തു വിട്ടു, പിന്നെ ബാക്കിയുള്ള അകത്തു വിട്ടു കേട്ടോ. അല്ല വാച്ചിന്റെ ബാറ്ററി മാറ്റണ കൂട്ടത്തില് ഞാൻ വെയിറ്റ് നോക്കണ മെഷീൻ ഒരു ബാറ്ററി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കൈയോടെ ഇപ്പൊ തന്നെ ഇട്ടു. ഞാനിങ്ങനെ മറന്നു പോയി. പിന്നെ വെയിറ്റ് നോക്കി ഇപ്പൊ ആദ്യം തെറ്റിയിട്ടുണ്ടായിരുന്നു. 19 കിട്ടിയ. പിന്നെ ഞാൻ ഒന്ന് കേറി നിന്നപ്പോ എനിക്ക് 56 പിന്നെ നീരവനെ കേറി നിന്നപ്പോ 19 മാറി 18 ആള് ഓഫായി കിടന്നതല്ല, അതിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ശരിയായിട്ട് നമ്മുടെ വെയിറ്റ് നോക്കണ മെഷീൻ ആയിട്ടുണ്ട് കേട്ടോ. ഓടിപ്പോയി മേല് കഴുകി വന്നു. പിന്നെ ഇതാ സാമ്പ്രാണിയും കൂടെ കത്തിച്ചിട്ട് ഞാൻ ഇതാ പടം വരയ്ക്കാണ്. പിന്നെ ബോർഡ് അടിക്കണ എന്തെങ്കിലും കളർ അടിക്കാൻ വേണ്ടി ചിത്രം വരച്ചോ ചോദിച്ചപ്പോ തന്നെ യൂട്യൂബ് എടുത്തിട്ട് ഒരു പൂച്ചനെ നോക്കി അങ്ങോട്ട് കോപ്പി അടിച്ച് വെച്ചു കേട്ടോ. കറക്റ്റ് അല്ല ഇപ്പൊ മാറ്റൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ പൂച്ച ഒരേപോലെ ഇല്ലല്ലോ. പിന്നെ എന്റെ പൂച്ചേനൊന്നും ഇഷ്ടമായിട്ടില്ല കേട്ടോ. എന്നാലും ഞാൻ അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ട് വരച്ചു കൊടുത്തു. ബൈ നീതു എന്നൊക്കെ എഴുതി വെച്ചു. കൂടെ നീരവിന്റെ വക പുല്ലും എന്തൊക്കെയോ വരച്ചിട്ടുണ്ട്. കളർ അടിക്കി ഞാൻ വന്നിട്ട് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കട്ടെ പറഞ്ഞിട്ട് 2 മുട്ടയൊക്കെ പൊട്ടിച്ച് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ അടിച്ച് പതപ്പിച്ചു കേട്ടോ. ഞാൻ പതിപ്പിക്കണ സൗണ്ട് കേട്ടിട്ട് നീരവും കുറച്ച് നേരം ഇട്ട് പതിപ്പിച്ചു. പിന്നെ ഞാൻ ഓടിയൊക്കെ എടുത്തിട്ട് അതിന്റെ മുകളിലൊക്കെ മുട്ട ഇങ്ങനെ ഒഴിച്ചു കൂട്ടാം. എനിക്ക് നല്ലപോലെ എണ്ണ ഒഴിച്ചിട്ട് ഈ ബ്രെഡിന് ഞാൻ അങ്ങോട്ട് കമഴ്ത്തി വെച്ചു കൂട്ടാം. 2 ബ്രെഡിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ അതാവുന്ന നേരം കൊണ്ട് ഞാൻ ഇതിന്റെ മുകളിൽ കൂടെ ഒന്നുകൂടെ ഒഴിച്ചു. അതായത് 2 സൈഡിലാവണല്ലോ. അപ്പൊ ഈ ആവാത്ത സൈഡിലും കൂടെ മുട്ട ഇങ്ങനെ ആക്കിന്ന്. പിന്നെ എനിക്ക് വിശന്നിട്ട് എന്റെ വയറൊക്കെ എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയിട്ടാ. ആവണ നേരം കൊണ്ട് ഞാൻ കുറച്ച് കുക്കുമ്പോഴും ക്യാരറ്റ് സബോളയൊക്കെ കൂടി ഇങ്ങനെ അരിഞ്ഞിട്ട് വിശക്കുന്നുണ്ടെങ്കിൽ ഫോട്ടോക്കിന്റെ വീഡിയോ വെച്ച് കൊടുത്തപ്പോ അതും കണ്ടിട്ട് അങ്ങനെ കിടക്കുക കേട്ടോ. വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വേഗം തന്നെ എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി. പിന്നെ അതാ നീരപ്പനും കഴിക്കണം. ആദ്യം കടി കടിച്ചപ്പോ വലിയ ഇഷ്ടാവാത്ത പോലെ ഇരുന്നെങ്കിലും പിന്നെ കടിക്കും തോടും നല്ല ടേസ്റ്റ് എന്ന് പറയാൻ തുടങ്ങിയിട്ടാ. വീഡിയോ എടുക്കെങ്കിൽ സമയം കിട്ടിയില്ല. ഞാൻ വേഗം കഴിച്ച് തീർത്തു. കയറ്റം എല്ലാം കൂടി കഴിച്ചു. പിന്നെ നീരവിന്റെ ബാക്കി ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചു. പിന്നെ നമ്മൾ പാത്രം കഴുകാൻ വേണ്ടി ഇറങ്ങി. കടി കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ചട്ടിയോടെ എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് കുറച്ച് ചൂടാക്കാൻ വേണ്ടിയിട്ട് ആ നേരം കൊണ്ട് അവന്റെ ടിഫിൻ ബോക്സും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴുകി കൈയോടെ എടുത്ത് വെച്ചു. അടിച്ച് കുറച്ച് നേരം ചിരിച്ച് കളിച്ചിരുന്നിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോ തമ്പി മാറി അന്യനാവാൻ തുടങ്ങി. ആണെങ്കിൽ തീരുണ്ടോ 2 മിനിറ്റ് പറഞ്ഞ അവനെ ഞാൻ കുറെ നേരം പിടിച്ചെടുത്തി. പിന്നെ അവന്റെ സ്വഭാവം മാറി. ഇപ്പൊ ഞാൻ വേഗം കെടുത്തി ഉറക്കാൻ കൊണ്ടുപോയിട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാൽ എന്തോ ഭാഗ്യവശാൽ എനിക്ക് അതിനൊന്നും പറ്റിയില്ല. ഞാനും അങ്ങനെ കിടന്നു തുടങ്ങിയപ്പോ